അതെ, ഈ ന്യൂ ഇയറിന് ബെൽജിയം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ജർമ്മനിയിൽ നിന്ന് അതിർത്തി കടന്ന ബെൽജിയത്തിലേക്കുള്ള യാത്ര കേവലം ഒരു രാജ്യം മാറലല്ല, മറിച്ച് സംസ്കാരങ്ങളുടെയും രുചികളുടെയും ചരിത്രത്തിന്റെയും ഒരു പുതിയ ലോകത്തിലേക്കുള്ള ജാലകം തുറക്കലാണ്. ലോകപ്രശസ്തമായ ജർമ്മൻ ഓട്ടോബാനുകളിലൂടെ ആരംഭിച്ച് ബെൽജിയത്തിന്റെ പ്രൗഢമായ തെരുവുകളിലേക്ക് ചെന്നെത്തുന്ന ശൈത്യകാലത്തെ ഈ യാത്ര ഏതൊരു സഞ്ചാരിക്കും ഒരു ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ജർമ്മൻ പാരമ്പര്യത്തിൽ നിന്ന് ബെൽജിയൻ ചോക്ലേറ്റുകളുടെയും രത്നങ്ങളിലേക്കും എത്തിച്ചേരാമെന്നത് ഈ യാത്രയുടെ കൗതുകകരമായ സവിശേഷതയാണ്. കാറിലായാലും ട്രെയിനിലായാലും അതിർത്തികൾ തടസ്സമാകാത്ത യൂറോപ്പിന്റെ ഈ സൗഹൃദ പാതകൾ സഞ്ചാരികൾക്ക് പകരുന്ന അനുഭവം വിവരണാതീതമാണ്. ജർമ്മനിയിൽ ജനുവരി മാസം അതിശൈത്യമാണെന്നറിയാലോ. ആകാശം ചാരനിറത്തിലുള്ള പുതപ്പണിഞ്ഞു നിൽക്കുന്നു. നഗരത്തിന്റെ തിരക്കുകളെല്ലാം ഒരു വെളുത്ത മൗനത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പാതയോരങ്ങൾ ഹിമം പുതച്ച് നിദ്ര കൊള്ളുന്നു. ഓരോ മരച്ചില്ലകളിലും വെള്ളി നൂലുകൾ പോലെ മഞ്ഞുതുള്ളികൾ ഉറഞ്ഞുകൂടിയിട്ടുണ്ട്. ഡ്യൂറൻ തെരുവുകളിൽ കാൽപ്പാടുകൾ പോലും മഞ്ഞു വീണ് മാഞ്ഞു പോകുന്ന ഇടവേളയിൽ ഈ രാജ്യാന്തര യാത്ര വളരെ കൗതുകം നിറഞ്ഞതായി എനിക്ക് തോന്നി. 2ാം ലോക മഹായുദ്ധത്തിലെ മിലിറ്ററി ടാങ്കിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. എല്ലാം ബെൽജിയത്തിന്റെ മണ്ണിൽ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്നു. എന്റെ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനം ബെൽജിയത്തിലെ അതിപ്രശസ്തമായ ബാനച്ച് മാതാവിന്റെ സന്നിധിയിലേക്കാണ്. 1949 മുതൽ ലോകവ്യാപകമായി അംഗീകരിച്ച ഈ തീർത്ഥാടന കേന്ദ്രം ഇത് ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് സമാധാനത്തിന്റെ ആശ്വാസ കേന്ദ്രമാണ്. ചാപ്പലിന്റെ ആ ഒരു നിശബ്ദതയിൽ ഞാൻ പ്രാർത്ഥനാപൂർവ്വം മെഴുകുതിരികൾ തെളിയിക്കുമ്പോൾ എന്റെ മനസ്സിന് ലഭിച്ച ശാന്തി വിവരണാതീതമാണ്. ഓരോ മെഴുകുതിരി നാളത്തിനൊപ്പവും മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ആ പുണ്യഭൂമിയിലെ പ്രശാന്തതയിൽ അലിഞ്ഞു ചേർന്ന ധന്യ നിമിഷങ്ങൾ. ഈ ദേവാലയത്തിനുള്ളിൽ ധാരാളം പ്രാർത്ഥനാലയങ്ങളുണ്ട്. ഇവിടെ ഒരു ഫ്രഞ്ച് കുർബാന നടക്കുന്നുണ്ടായിരുന്നു. എല്ലാം മനസ്സിലായതുകൊണ്ട് വേഗം പ്രാർത്ഥിച്ചിറങ്ങി. മദർ തെരേസ പോലെ ഒരുപാട് വിശുദ്ധരുടെ സ്തൂപങ്ങൾ ഇവിടെയുണ്ട്. യാത്ര തിരിക്കുന്നതിന് മുൻപായി അവിടുത്തെ സുവനീർ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു മനോഹരമായൊരു മോതിരം ഈ തീർത്ഥാടനത്തിന്റെ മായാത്ത അടയാളമായി മാറി. തിരികെ മടങ്ങിയപ്പോൾ അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് മെനുവിലെ ചിത്രം നോക്കി ഒരു റെസിപ്പി ഓർഡർ ചെയ്തു. ഫ്രഞ്ച് സംസാരിക്കുന്നവരായിരുന്നു ഷോപ്പിലുണ്ടായിരുന്നത്. ഡ്യൂറനിൽ നിന്ന് തുടങ്ങിയ മഞ്ഞുപാതകൾ ഇപ്പോൾ തിരികെ നേരം വൈകുമ്പോഴേക്കും ഹിമം പുതച്ചു തന്നെ കിടക്കുന്നു. മനോഹരമായ കാഴ്ചകളും ആത്മീയമായ ഉണർവും ചേർത്ത് വെച്ച് സംതൃപ്തിയോടെ മടക്കയാത്ര. അപ്പോൾ കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല. ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. Ciao ciao!